ഈ രാഹുലിൻ്റെ ആദ്യ അറസ്റ്റ് എന്താവശ്യത്തിലാണ് പാതിരാക്കി ഇതുപോലെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടൊക്കെ പോകേണ്ട കാര്യങ്ങൾ? ഇത് വളരെ അവരുടെ സ്ട്രാറ്റജി തന്നെ തെറ്റാ. ഇതൊക്കെ ആരാ പി ശശിയെ വല്ലതും പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയായിരിക്കും. ശശിയുടെ ബുദ്ധിയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ ഇത്രയും ബുദ്ധിയില്ലാത്തവനാണോ? അല്ലെ പിന്നെ ഇവിടെ വരുത്തും അല്ലേ? എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് ചോദിച്ചാൽ പിണറായിക്ക് ഈ സ്ട്രാറ്റജി ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. പിണറായിയെ ഇതുവരെ നയിച്ചിരുന്ന ബ്രിട്ടാസായിരുന്നു. ബ്രിട്ടാസിന് ഭയങ്കരമായ സ്ട്രാറ്റജി ബുദ്ധിയും എല്ലാം ഉണ്ട്. പക്ഷെ ബ്രിട്ടാസ് ഈ സംസ്ഥാന കമ്മിറ്റിയിലും എത്തി, കേന്ദ്ര കമ്മിറ്റിയിലായി തോന്നുന്നു എം പി ആയി വന്നോണ്ട് ബ്രിട്ടാസ് പതിയെ അങ്ങ് പിന്മാറി. പുള്ളിയുടെ ഇമേജിലേക്ക് മാറിയത് കൊണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ശശിയും കൂട്ടരാന്ന് തോന്നി. ഇപ്പൊ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ എന്തോ ബുദ്ധിയില്ലാത്ത വിഭാഗം അതിൻ്റെ അകത്തുണ്ട്. അവരെ നയിക്കുന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ചുമതല ഇപ്പം നികേഷനാന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം. അത് മാത്രമല്ല ഇവരെനിക്ക് തോന്നുന്നത് ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ വലിയ ക്രൗഡ് ഉണ്ടാകുന്നു, ബഹളം വെക്കുന്നു, ഇതൊക്കെ ദോഷം ചെയ്യും, ഇതൊക്കെ രാഹുലിന് ഗുണം ചെയ്യുമെന്ന് ഒരു മനസ്സിലാക്കുന്നു. ഇതൊക്കെ പണ്ട് കാലത്തല്ലേ ഇതൊക്കെ വലിയ പ്രശ്നം. ജനങ്ങൾ ആ രീതിയിലല്ല കാണുന്നത്. ഒന്നാമത് ഏറ്റവും വലിയ രാഹുലിന് കിട്ടിയേക്കുന്ന ഗുണം പിണറായി വിജയൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ജനങ്ങൾ തന്നെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാരണം അത് ഇതിപ്പം സത്യമാണോ മിഥ്യയാണ് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ മേലാത്ത ഒരു പരുവത്തിലായി ഇപ്പം നടക്കുന്നത്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ട്. നമുക്കത് ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വ്യക്തികൾ ഏത് കേസുണ്ടാക്കിയാലും അത് വ്യക്തി തന്നെ അനുഭവിച്ചോണം.